നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരും ഉത്രാടപ്പാച്ചിലൊക്കെ ആയിരിക്കും. നാളെ തിരുവോണമാണ്. ഓണം ആഘോഷിക്കാനുള്ള തിരക്കുകളായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു സന്തോഷ നാളുകളൊക്കെ കൂടുതൽ സന്തോഷകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ പോകുന്നത് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്ന ഒരു നടുക്കുന്ന വാർത്തയിലേക്കാണ്. ബംഗ്ലാദേശിലെ രംഗ്പൂർ നഗരത്തിൽ ഒരു വീട്ടിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് കടക്കുന്നത്. മരിച്ചത് രംഗ്പൂർ ജില്ലാ സ്കൂളിൽ നിന്ന് വിരമിച്ച ഗണപതി ചക്രവർത്തി എന്ന 65-കാരൻ, ഗണപതി ചക്രവർത്തിയുടെ ഭാര്യ പ്രീതി ലത ചക്രവർത്തി എന്ന 50-കാരി, അവരുടെ മകൾ അഗാമി ചക്രവർത്തി എന്ന 23-കാരി, മകൻ പ്രിയം ചക്രവർത്തി എന്ന 12-കാരൻ എന്നിവരെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് ചിലർ. സിദ്ധാർത്ഥ ദാസ് എന്ന 23-കാരനും മുക്ത ദാസ് എന്ന 19-കാരനുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. രംഗ്പൂർ മെട്രോപൊളിറ്റൻ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി 1:30-ഓടെയാണ് ഈ അടച്ചിട്ട വീട്ടിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വീടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ടാണ് മൃതദേഹങ്ങൾ കണ്ടതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. പ്രതികൾ വ്യാഴാഴ്ച രാത്രി ഗണപതിയുടെ വീടിന് മുകളിൽ വെച്ച് ലഹരി ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇവിടേക്ക് എത്തിയ ഗണപതി വീടിന് മുകൾ നിലയിൽ ഇവരുടെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതരായ യുവാക്കൾ തുണി ഉപയോഗിച്ച് ഗണപതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ബഹളം കേട്ട് മുകളിലേക്ക് എത്തിയ ഗണപതിയുടെ ഭാര്യയും പ്രതികൾ സമാനമായ രീതിയിൽ തന്നെ, അതായത് തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം വീടിനുള്ളിൽ കയറി ദമ്പതികളുടെ മകളെയും മകനെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം മണിക്കൂറുകൾ വീടിനുള്ളിൽ ചെലവഴിച്ച പ്രതികൾ വീട്ടിലെ ആഹാരം എടുത്ത് കഴിച്ചു. മാത്രമല്ല കുളിച്ചു. അതിനുശേഷമാണ് ഈ വീട്ടിൽ നിന്നും ഈ പ്രതികൾ കടന്നത്. ഇതിനു മുൻപായി പ്രതികൾ തങ്ങളുടെ വിരലടയാളം മായ്ച്ചു. മോഷണം നടന്നതായി വരുത്തി തീർക്കാൻ ശ്രമിച്ചു. രംഗ്പൂരിലെ ഒരു ശ്മശാനത്തിൽ നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായി. ഇതോടെ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തു വന്നത്. വ്യാഴാഴ്ച രാത്രി മുതൽ 4 കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് ബന്ധുക്കൾ ശനിയാഴ്ച വീട്ടിലെത്തി അന്വേഷണം നടത്തി. തുടർന്ന് പോലീസ് സഹായത്തോടെ പൂട്ട് തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അധ്യാപകനായിരുന്ന ഗണപതി 2025-ലാണ് അദ്ദേഹം ഈ ഒരു സേവനത്തിൽ നിന്ന് വിരമിച്ചത്. അടുത്തിടെയാണ് പുതിയ വീട്ടിലേക്ക് ഒരു താമസം മാറിയത്. എന്നാലും നടക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നു, അത് ചോദ്യം ചെയ്യുമ്പോൾ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പോലീസ് കമ്മീഷണർ മുഹമ്മദ് അബ്ദുൾ മഹൂദ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മെത്താഫെറ്റാമൈൻ ഉൾപ്പെടുന്ന ലഹരി പദാർത്ഥമായി യാബ കഴിക്കാനായി പ്രതികൾ ചക്രവർത്തിയുടെ വീടിന്റെ മേൽക്കൂരയിലേക്ക് പോവുകയായിരുന്നു. ശബ്ദം കേട്ടാണ് ഗണപതി ചക്രവർത്തി മേൽക്കൂരയിലേക്ക് എത്തുന്നത്. ഇവിടെ വെച്ച് യുവാക്കൾ ലഹരി ഗുളികകൾ കഴിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് തർക്കം, അതിക്രൂരമായ കൊലപാതകം. ഉറങ്ങിക്കിടന്ന കുട്ടികളെ ഈ പ്രതികൾ വെറുതെ വിട്ടില്ല. അതിക്രൂരമായി ഇവന്മാർ ആ കുട്ടികളെയും കൊലപ്പെടുത്തുകയുണ്ടായി. കൊലപാതകത്തിന് ശേഷം ചെയ്തു കൂട്ടിയ സംഭവങ്ങൾ: ഈന്തപ്പഴവും വെള്ളരിക്കയും, അതായത് ആ വീട്ടിൽ വെച്ചിരുന്ന വസ്തുക്കൾ എടുത്ത് കഴിച്ചു. ഫ്രീസറിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. അതിനുശേഷമാണ് ഇവർ പോയത്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി തെരുവുകൾ ഒഴിഞ്ഞപ്പോഴാണ് പ്രതികൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടത്. അന്വേഷണം വഴിതിരിച്ചുവിടാൻ വീട്ടു സാധനങ്ങൾ വലിച്ചു വാരിയിട്ടു. ഫോണുകളിൽ വിരലടയാളം പതിയാതിരിക്കാൻ ഡിറ്റർജന്റ് കലക്കിയ വെള്ളത്തിൽ മുക്കി വയ്ക്കുകയും ചെയ്തു. സ്വർണ്ണാഭരണങ്ങളും കൊള്ളയടിക്കുകയുണ്ടായി. പ്രതികളിൽ ഒരാൾ മത്സ്യവ്യാപാരം നടത്തുന്നയാളാണ്. മറ്റു വ്യക്തി സ്വർണ്ണപ്പണിക്കാരനാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.